ഇത് റേഡിയോ ജൻവാണി 90.8 മെഗാഹെർട്സ് മലയാളത്തിന്റെ മധുരതരംഗം. ഇപ്പോൾ വാരാന്ത്യ ലോക വൃത്താന്തം കേൾക്കാം. പ്രൊഫസർ ജെ ജേക്കബ് അവതരിപ്പിക്കുന്നു. വാരാന്ത്യ ലോക വൃത്താന്തം. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ലോകവൃത്താന്തത്തിലേക്ക് സ്വാഗതം. ഞായറാഴ്ച ദുബായിൽ സമാപിച്ച ഏഷ്യ കപ്പ് മത്സരത്തിൽ ഇന്ത്യ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി. 9ാം തവണയാണ് നമ്മൾ ഏഷ്യ കപ്പ് നേടുന്നത്. തുടർച്ചയായി 8ാം തവണയാണ് ഇന്ത്യ പാകിസ്ഥാനെ തോൽപ്പിക്കുന്നത്. ക്രിക്കറ്റിൽ ഇന്ത്യയുടെ മേധാവിത്വം ഉൾക്കൊള്ളാൻ പാകിസ്ഥാന് കഴിയുന്നില്ല. ഏറ്റവും വലിയ രണ്ടാമത്തെ ടീമിന് ലഭിച്ച ചെക്ക് ചുരുട്ടി എറിഞ്ഞുകൊണ്ടാണ് പാകിസ്ഥാൻ പ്രതികരിച്ചത്. ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ തലവനും പാക് മന്ത്രിയുമായ മൊഷീൻ നാഖ്വിയിൽ നിന്നും ട്രോഫി സ്വീകരിക്കാൻ ഇന്ത്യയുടെ ടീം തയ്യാറായില്ല. ഇതുമൂലം സമ്മാനദാന ചടങ്ങ് വല്ലാതെ വൈകി. എമിറേറ്റ്സ് ക്രിക്കറ്റ് ബോർഡിൻ്റെ ഉപാധ്യക്ഷനിൽ നിന്നും ട്രോഫി ഏറ്റുവാങ്ങാമെന്ന് ഇന്ത്യ നിർദ്ദേശിച്ചുവെങ്കിലും പാകിസ്ഥാൻ്റെ മന്ത്രി നാഖ്വി വഴങ്ങിയില്ല. 1ാം സ്ഥാനത്തെത്തിയ ടീമിന് ട്രോഫി നൽകാതെ ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി സമ്മാനദാന ചടങ്ങുകൾ നടന്നു. പാകിസ്ഥാൻ്റെ ക്യാപ്റ്റൻ വേദിയിലെത്തിയപ്പോൾ കാണികൾ കൂകി വിളിക്കുകയും ചെയ്തു. കളിക്കളങ്ങൾ പോലും രാഷ്ട്രീയവൽക്കരിക്കപ്പെടുന്നതിലെ അപകടം നമ്മൾ തിരിച്ചറിയണം. അമേരിക്കയിൽ ജോലി ചെയ്യാനായി തിരഞ്ഞെടുക്കപ്പെടുന്നവർക്കുള്ള വിസ ഫീസ് വർദ്ധിപ്പിച്ചത് ഈ അടുത്ത കാലത്താണ്. $5000 നിന്നും $1,00,000 വർധനവ്. ഈ വർധനവിനെ അമേരിക്കൻ കമ്പനികൾ പോലും എതിർക്കുന്നു. അമേരിക്കയിൽ നിന്നും പുറത്താക്കപ്പെടുന്നവരെ സ്വീകരിക്കാൻ മറ്റു പല രാജ്യങ്ങളും തയ്യാറെടുക്കുന്നു. വിദഗ്ധന്മാർക്ക് പലതരത്തിലുള്ള ഇളവുകളും നൽകുന്ന രീതിയിൽ ജർമ്മനി നിയമങ്ങൾ ഭേദഗതി ചെയ്തു. അപകടകരമായ രീതിയിൽ ജനസംഖ്യ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ജർമ്മനിക്ക് വിദേശികളെ അവഗണിക്കാനാവില്ല. കാനഡയും നിയമത്തിൽ ഇത്തരത്തിലുള്ള ഭേദഗതികൾ വരുത്തുമെന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. ഇതേ മാതൃകയിൽ വിദേശത്തു നിന്നുള്ള വിദഗ്ധന്മാർക്ക് ആനുകൂല്യങ്ങൾ നൽകുമെന്ന് ചൈനയും വ്യക്തമാക്കിയിട്ടുണ്ട്. ചൈനയിൽ കുടിയേറി പാർക്കാനും വ്യവസായങ്ങൾ ആരംഭിക്കാനും എല്ലാവിധ സൗകര്യങ്ങളും നൽകാനാണ് ചൈനയുടെ തീരുമാനം. വിസ ഫീസ് കുത്തനെ ഉയർത്തിയത് അമേരിക്കയ്ക്കു തന്നെ തിരിച്ചടിയാകും എന്നാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത്. ഒരു കാലത്ത് റഷ്യൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന മോൾഡോവ ഇന്നൊരു സ്വതന്ത്ര രാജ്യമാണ്. റഷ്യയുമായി അതിർത്തി പങ്കിടുന്ന ഉക്രൈനും റുമേനിയയ്ക്കും തൊട്ടടുത്താണ് മോൾഡോവ. പാസ് എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് മോൾഡോവയിലെ ഭരണകക്ഷി. പേട്രിയോട്ടിക് കക്ഷിയാണ് പ്രതിപക്ഷത്തെ പ്രധാന കക്ഷി. ഭരണകക്ഷി യൂറോപ്പിൻ്റെ പക്ഷത്തും പ്രതിപക്ഷം റഷ്യയുടെ പക്ഷത്തുമാണ്. ഞായറാഴ്ച നടന്ന തിരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തെ വിജയിപ്പിക്കാനായി റഷ്യ വലിയ തോതിൽ പണം മുടക്കുന്നതായി ഭരണകക്ഷി ആരോപണം ഉന്നയിച്ചിരുന്നു. എന്നാൽ വലിയ ഭൂരിപക്ഷത്തിൽ ഭരണകക്ഷിയായ പാസ് വിജയിച്ചു. കിഴക്കൻ യൂറോപ്പിൽ റഷ്യയുടെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് മോൾഡോവയിലെ തിരഞ്ഞെടുപ്പിൽ ഇടപെടാൻ റഷ്യ ശ്രമിച്ചത്. പഴയ USSRന്റെ ഭാഗമായിരുന്ന പല പ്രദേശങ്ങളും ഇന്ന് സ്വതന്ത്ര രാജ്യങ്ങളാണ്. ഇപ്പോഴും തങ്ങളെ പിന്തുണയ്ക്കുന്നവരുടെ സഹായത്തോടെ ഈ രാജ്യങ്ങളെ തിരികെ പിടിക്കാനാണ് റഷ്യ ശ്രമിക്കുന്നത്. ഈ ഭീഷണി നേരിടാനാണ് ഈ രാജ്യങ്ങൾ നാറ്റോയിലും യൂറോപ്യൻ യൂണിയനിലും ചേരാൻ ശ്രമിക്കുന്നത്. ഞാൻ ജോർജിയ
എൻ്റെ വേരുകൾ, എൻ്റെ ആദർശങ്ങൾ പ്രസിദ്ധീകരണത്തിനൊരുങ്ങുന്ന ഇറ്റാലിയൻ പ്രധാനമന്ത്രിയുടെ പുസ്തകത്തിന് ഇങ്ങനെയാണ് പേരിട്ടിരിക്കുന്നത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇത് ഒരു ആത്മകഥയാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അവതാരികയോടെയാണ് ഈ പുസ്തകം വായനക്കാരുടെ കൈകളിൽ എത്തുന്നത്. ഏറ്റവും ആയുസ് കുറഞ്ഞ മന്ത്രിസഭകളുടെ നാടാണ് ഇറ്റലി. 2022 മുതൽ ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ് ജോർജിയ മെലനി. ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയാണ്. തീവ്ര വലതുപക്ഷ പാർട്ടിയായി വിശേഷിപ്പിക്കപ്പെടുന്ന ബ്രദേഴ്സ് ഓഫ് ഇറ്റലിയുടെ സമുന്നത നേതാവാണ്. കത്തോലിക്ക മതവിശ്വാസിയായ മെലനിയ മോദിയെപ്പോലെ നാരീശക്തിയുടെ വക്താവാണ്. 2023 ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കപ്പെടുന്ന നേതാവ് എന്നാണ് മെലാനിയ നരേന്ദ്രമോദിയെ വിശേഷിപ്പിച്ചത്. യൂറോപ്പിലെ ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തൻ്റെ പുസ്തകത്തിന് അവതാരിക എഴുതാനുള്ള അവസരം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് നൽകിയത് നരേന്ദ്രമോദിക്ക് മാത്രമല്ല, നമ്മുടെ രാജ്യത്തിനുമുള്ള അംഗീകാരമാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തിങ്കളാഴ്ച വൈറ്റ് ഹൗസിലെത്തി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ചർച്ചകൾ നടത്തി. ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാനായി തയ്യാറാക്കിയ 21 പദ്ധതി ഇസ്രായേൽ അംഗീകരിച്ചതായി പ്രസിഡന്റ് മാധ്യമങ്ങളെ അറിയിച്ചു. ഹമാസിന്റെ തടവിലുള്ള മുഴുവൻ ബന്ദികളെയും മോചിപ്പിക്കുമെന്നും യുദ്ധം അവസാനിക്കുമെന്നുമാണ് ട്രംപിന്റെ പ്രതീക്ഷ. ചർച്ചകൾ അവസാനത്തോടടുക്കുന്നു എങ്കിലും ചില കാര്യങ്ങളിൽ സമവായത്തിൽ എത്തിയില്ല എന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ഇസ്രായേലും അമേരിക്കയും അംഗീകരിച്ച നിർദ്ദേശങ്ങളിൽ ഹമാസിന്റെ പ്രതികരണം അറിവായിട്ടില്ല. നേരത്തെ തന്നെ ഹമാസ് എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുള്ള ചില നിർദ്ദേശങ്ങളും ഇപ്പോഴത്തെ 21 പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതുമായി ഹമാസ് സഹകരിച്ചില്ലെങ്കിൽ ഗാസ പിടിച്ചെടുക്കാനുള്ള യുദ്ധത്തിൽ ഇസ്രായേലിനെ സഹായിക്കും എന്നാണ് അമേരിക്കയുടെ ഭീഷണി. തങ്ങൾ തയ്യാറാക്കിയ പദ്ധതി ഹമാസിൻ്റെ മേൽ അടിച്ചേൽപ്പിക്കാനാണ് ഇസ്രായേലും അമേരിക്കയും ശ്രമിക്കുന്നത്. ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാനായി നിർദ്ദേശിച്ച 21 പരിപാടി ഹമാസിന്റെ പരിഗണനയിലാണ്. ഗാസ പുനർനിർമ്മാണത്തിനായി രൂപീകരിക്കുന്ന പുതിയ സംവിധാനത്തിന്റെ നേതൃത്വം UK മുൻ പ്രധാനമന്ത്രി ടോണി ബ്ലെയറിന് നൽകാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്നും വിരമിച്ചതിനു ശേഷം നയതന്ത്ര രംഗത്താണ് ഇദ്ദേഹം പ്രവർത്തിക്കുന്നത്. അമേരിക്കയെ പിന്തുണച്ച് ഇറാഖിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ച ഇദ്ദേഹത്തിൻ്റെ നടപടി UK തന്നെ വിമർശിക്കപ്പെട്ടിരുന്നു. കടുത്ത ഇസ്രായേൽ പക്ഷപാതിയായ ടോണി ബ്ലെയറിന് പാലസ്തീൻ്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ കഴിയില്ല എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. പാലസ്തീൻ അതോറിറ്റിയെ വിശ്വാസത്തിലെടുക്കാതെ ഗാസ നഗരം പുതുക്കിപ്പണിയാനുള്ള ചുമതല ഒരു വിദേശീയന് ഏൽപ്പിച്ചു കൊടുക്കുന്നതിനെ പാലസ്തീൻ അതോറിറ്റിയും വിമർശിച്ചിട്ടുണ്ട്. പുതുതായി രൂപം കൊള്ളുന്ന സംവിധാനത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് അധ്യക്ഷനും ടോണി ബ്ലെയർ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനുമാണ്. പുതിയ സംവിധാനവും നിയന്ത്രിക്കുന്നത് അമേരിക്ക തന്നെയായിരിക്കും. മെഡിറ്ററേനിയൻ കടൽക്കരയിലുള്ള വിവിധ തുറമുഖങ്ങളിൽ നിന്നും ഗാസ നിവാസികൾക്കു നൽകാനായി ശേഖരിച്ച സാധനങ്ങളുമായി വന്ന കപ്പലുകളെ ഇസ്രായേൽ തടവിലാക്കി. സുമൂദ് എന്നറിയപ്പെടുന്ന ഒരു ജീവകാരുണ്യ സംഘടനയാണ് ഗാസ നിവാസികൾക്ക് സഹായം എത്തിക്കുന്നത്. യൂറോപ്പിലെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ജീവകാരുണ്യ പ്രവർത്തകരാണ് ഈ കപ്പലിലെ യാത്രക്കാർ. ഗാസ തുറമുഖത്തിന് സമീപത്ത് വെച്ചാണ് ഇസ്രായേൽ കപ്പലുകൾ പിടിച്ചെടുക്കുകയും യാത്രക്കാരെ തടവിലാക്കുകയും ചെയ്തത്.
ഇതിനെതിരെ ഇറ്റലി, ഗ്രീസ്, ടുണീഷ്യ, തുർക്കി തുടങ്ങിയ രാജ്യങ്ങളിൽ വലിയ പ്രതിഷേധ പ്രകടനങ്ങൾ ഉണ്ടായി. ഗാസ നിവാസികളെ പട്ടിണിക്കിട്ട് കൊല്ലാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഐക്യരാഷ്ട്രസഭ ഈ നടപടിയെ വിശേഷിപ്പിച്ചത്. സംഘർഷ മേഖലയിലേക്ക് കപ്പലുകൾ പ്രവേശിക്കുന്നത് ഒഴിവാക്കാനാണ് ഈ കപ്പലുകളെ തടഞ്ഞത് എന്നാണ് ഇസ്രായേലിൻ്റെ വിശദീകരണം. എല്ലാ യാത്രക്കാരും സുരക്ഷിതരായിരിക്കുന്നു എന്നും ഇസ്രായേൽ കൂട്ടിച്ചേർത്തു. റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിൻ്റെ പേരിലാണ് ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങളുടെ മേൽ ട്രംപ് 25% അധിക നികുതി ചുമത്തിയത്. ചൈനയും ഇന്ത്യയുമായി നടത്തുന്ന വ്യാപാരത്തിലൂടെ പണം ലഭിക്കുന്നത് കൊണ്ടാണ് റഷ്യ യുദ്ധം തുടരുന്നത് എന്നാരോപിക്കുകയും ചെയ്തു. എന്നാൽ റഷ്യയുമായി എണ്ണ വ്യാപാരം നടത്തുന്ന ഏഷ്യൻ രാജ്യങ്ങളിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത് തായ്വാനാണ്. റിപ്പബ്ലിക് ഓഫ് ചൈന എന്നറിയപ്പെടുന്ന തായ്വാൻ അമേരിക്കയുടെ സഖ്യകക്ഷിയാണ്. തങ്ങളുടെ രാജ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ചൈന തായ്വാനെ കാണുന്നത്. ചൈനയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ തായ്വാനെ താങ്ങി നിർത്തുന്നത് അമേരിക്കയാണ്. ഇതുവരെ തായ്വാന്റെ ഉൽപ്പന്നങ്ങളുടെ നികുതി അമേരിക്ക വർദ്ധിപ്പിച്ചിട്ടില്ല. എന്നാൽ ഇന്ത്യയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന മരുന്നുകൾക്ക് നേരത്തെ നികുതി ചുമത്തിയിരുന്നില്ല. ഒക്ടോബർ 1 മുതൽ 100% നികുതി നൽകണം. താരിഫ് വർധനവ് ഇന്ത്യൻ വ്യാപാര മേഖലയിൽ വലിയ പ്രതിസന്ധിക്ക് കാരണമായിട്ടുണ്ട്. നമ്മുടെ കാർഷിക മേഖല തുറന്നു കിട്ടുക എന്നതാണ് ട്രംപിൻ്റെ ലക്ഷ്യം. ജർമ്മനിയിലെ മ്യൂണിക് വിമാനത്താവളം വെള്ളിയാഴ്ച 7 മണിക്കൂർ അടച്ചിടേണ്ടി വന്നു. വിമാനത്താവളത്തിനു സമീപം ഡ്രോണുകൾ പ്രത്യക്ഷപ്പെട്ടതിനെ തുടർന്നാണ് സുരക്ഷാ നടപടി എന്ന നിലയിൽ വ്യോമയാനം പൂർണ്ണമായും നിർത്തിവച്ചത്. നിരവധി വിമാനങ്ങൾക്ക് യാത്ര ആരംഭിക്കാൻ കഴിഞ്ഞില്ല. മ്യൂണിക്കിൽ ഇറങ്ങേണ്ട വിമാനങ്ങളെ സമീപ പ്രദേശങ്ങളിലുള്ള വിമാനത്താവളങ്ങളിലേക്ക് തിരിച്ചുവിടേണ്ടി വന്നു. ഏത് രാജ്യമാണ് ഇതിനു പിന്നിൽ എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഇതിൻ്റെ പിന്നിൽ റഷ്യയാണ് എന്നാണ് പല രാജ്യങ്ങളും സംശയിക്കുന്നത്. അടുത്ത കാലത്ത് പോളണ്ട്, റുമേനിയ, എസ്തോണിയ തുടങ്ങിയ രാജ്യങ്ങളുടെ വ്യോമാതിർത്തി റഷ്യ ലംഘിച്ചതായി ആരോപണം ഉണ്ടായിരുന്നു. ഇതുമായി തങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് റഷ്യൻ പ്രസിഡന്റ് പുടിൻ വ്യക്തമാക്കി. യൂറോപ്യൻ രാജ്യങ്ങൾക്കിടയിൽ ഐക്യവും റഷ്യയോടുള്ള ശത്രുതയും വർദ്ധിക്കുകയാണ്. ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു ശ്രമവും നടക്കുന്നില്ല. അപകടകരമായ ഒരു സ്ഥിതിയിലേക്കാണ് യൂറോപ്പ് റഷ്യ ബന്ധങ്ങൾ വളരുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ സമാപിച്ച ഏഷ്യ കപ്പ് നേടിയത് ഇന്ത്യയാണ്. മത്സരത്തിനു ശേഷം നടക്കുന്ന സമ്മാനദാന ചടങ്ങിൽ വെച്ച് വിജയിച്ച ടീമിൻ്റെ ക്യാപ്റ്റന് കപ്പ് നൽകുക എന്നതാണ് സാധാരണ രീതി. വിജയിച്ച ടീമിനെ ഒഴിവാക്കിയാണ് ഇവിടെ സമ്മാനദാന ചടങ്ങ് നടത്തിയത്. ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ അധ്യക്ഷനായ പാകിസ്ഥാൻ മന്ത്രിയുടെ കയ്യിൽ നിന്നും കപ്പ് ഏറ്റുവാങ്ങില്ല എന്ന നിലപാടിലായിരുന്നു ഇന്ത്യൻ ടീം. അതേസമയം ഏഷ്യ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ഉപാധ്യക്ഷൻ്റെ കയ്യിൽ നിന്നും കപ്പ് സ്വീകരിക്കാമെന്ന് ഇന്ത്യ ടീം സംഘാടകരെ അറിയിച്ചിരുന്നു. പാകിസ്ഥാൻ ഈ മാറ്റം അംഗീകരിച്ചില്ല. ഇന്ത്യക്ക് നൽകേണ്ടിയിരുന്ന കപ്പുമായി മന്ത്രി നാട്ടിലേക്ക് മടങ്ങി എന്നാണ് റിപ്പോർട്ട്. ഇന്ത്യയുടെ ടീം ക്യാപ്റ്റൻ എപ്പോൾ വേണമെങ്കിലും തൻ്റെ പക്കൽ നിന്നും ഈ കപ്പ് സ്വീകരിക്കാമെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇദ്ദേഹത്തെ ഇംപീച്ച് ചെയ്യാൻ BCCI നടപടികൾ ആരംഭിച്ചു. ലോകമെങ്ങും ആദരിക്കപ്പെടുന്ന ഒരു കായിക മത്സരത്തിൽ വിജയിച്ചവരോട് അനാദരവ് കാട്ടിയത് പൊറുക്കാനാവാത്ത തെറ്റാണ്. വാരാന്ത്യ ലോക വൃത്താന്തം.
തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രൊഫസർ ജെ ജേക്കബ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജൻവാണി 90.8 കമ്മ്യൂണിറ്റി FM. അറിയേണ്ടതും കേൾക്കേണ്ടതും മാത്രം.